രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ന്യൂസ് ചാനലുകൾ ഒരു അതില് രാഹുലിന്റേതായിട്ട് ഒരു തെളിവ് എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് പോകുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ രാഹുൽ പറയുന്നത് ശബ്ദ സംഭാഷണം എഡിറ്റ് ചെയ്തു ആ കുഞ്ഞിന്റെ പിതൃത്വം താൻ ഏറ്റെടുത്തോളാം എന്നാണ്. ആ കുഞ്ഞ് നാളെ ജനിച്ചാൽ ആരെ അച്ഛനെന്ന് വിളിക്കുമെന്നിട്ട് ചോദിക്കുന്നുണ്ട്. ഇതില് അത് വേണ്ട എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനോട് സംസാരിക്കുന്നത് ആ പെൺകുട്ടിയാണ്. ഇതില് രാഹുലിന്റെ ഭാഗത്ത് മാത്രമായിട്ട് എന്താണ് തെറ്റായിട്ട് പറയുന്നത്? ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതല്ല. പക്ഷേ മീഡിയാസ് എപ്പോഴും സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഒരു വ്യൂസ് കിട്ടുമെന്നുള്ളത് കൊണ്ടോ എന്തോ എപ്പോഴും ഇത്തരത്തിലുള്ള കേസുകളിൽ സ്ത്രീകളോടാണ് കൂടുതലായിട്ടുള്ള ഒരു ചായ്വ് വരുന്നത്. അത് ഓക്കെയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ പുരുഷന് നീതി കിട്ടാതാവുന്ന ഒരു സാഹചര്യത്തിലേക്കും കൂടെ കാര്യങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. ലിവിംഗ് ടുഗദർ എന്നുള്ളത് ഇപ്പോ നമ്മുടെ രാജ്യത്ത് അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരു പുരുഷനും സ്ത്രീയും ലിവിംഗ് ടുഗദറോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പോ മുന്നോട്ട് കൊണ്ടുപോകുകയും അതിലൊരു പ്രശ്നം വരുമ്പോ പുരുഷൻ മാത്രം ഒരു തെറ്റുകാരനായി മാറുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ലീഗൽ ആയതുകൊണ്ട് തന്നെ വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന വാക്ക് പോലും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം വിവാഹത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുമല്ലാതെ ഈ അഭിമാനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ലല്ലോ. പുരുഷന്മാർക്ക് അഭിമാനമുണ്ട്, അവർക്ക് ഒരു കുടുംബമുണ്ട്. അതേപോലെ തന്നെ അവർ ഒരുപാട് കാലങ്ങളായിട്ട് കഷ്ടപ്പെട്ട് നേടിയെടുത്തിട്ടുള്ള അവരുടെ പേരും പദവിയും ഒക്കെയുണ്ട്. അപ്പൊ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പരസ്പരം ഒരു വാക്തർക്കമുണ്ടാകുമ്പോ വിവാഹിതരല്ലാത്തത് കൊണ്ട് ഇത്തരം റിലേഷൻഷിപ്പുകളില് പുരുഷനെതിരെയുള്ള ഒരു വെപ്പണാക്കിയിട്ട് സ്ത്രീകള് സെക്ഷൽ റിലേഷൻഷിപ്പിനെ ഉപയോഗിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയാണ്.